ഹായ് വിവേഴ്സ്, ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. നമ്മൾ ഇതിനായി എടുത്തിരിക്കുന്നത് പാളയംതോടൻ്റെ വാഴക്കൂമ്പാണ്. ഇത് നമ്മൾ നന്നായി ഇതിൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ചെറുതായി കുത്തിയരിയുക. ഇത് കുത്തിയരിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഞവടി അതിനെ ഓരോരോ പീസാക്കി മാറ്റുക. ഇല്ലെങ്കിൽ ഇതൊരു വല പോലെ കെട്ടിപ്പിടിച്ച് കിടക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ വല നമ്മൾ കൈ കൊണ്ടെടുത്ത് മാറ്റുക. കയ്യിൽ ഞാൻ ആക്കുമ്പോൾ തന്നെ വരും. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിത് വല നീക്കം ചെയ്തതിന് ശേഷം ഒരു ചെറിയ സവാളയുടെ പകുതി, ഒരു പച്ചമുളക് എന്നിവ സെപ്പറേറ്റ് അരിഞ്ഞു വയ്ക്കുക. പിന്നെ ഒരു കറിവേപ്പിലയുടെ ഇലയും. നമുക്കിനി ഉള്ളത് ജീരകം, മഞ്ഞൾ. ജീരകം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞളാണ്. വളരെ കുറച്ച് തേങ്ങ തിരവിയതും 5-6 വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കുക. ചതച്ച് അരപ്പാക്കി വയ്ക്കുക. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 ഇതൾ കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. നമ്മൾ കൈ കൊണ്ട് നിർത്താതെ മാറിയും തിരിഞ്ഞും ഇളക്കി കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ പാകമായി കിട്ടും. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന, മിക്സിയിൽ നന്നായിട്ട് അരച്ചു പോകരുത്, നമ്മൾ കൈ കൊണ്ട് ചതച്ചെടുക്കുകയോ മിക്സിയിൽ ചെറുതായിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യുക. വെള്ളം ചേർക്കാതെ ചതച്ചതാണിത്. ഇതിനുള്ളിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇത് വാഴക്കൂമ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് ഇളക്കി കൊണ്ടിരിക്കാൻ പറയുന്നത്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഇതുപോലെ ഈ സ്പൂൺ കൊണ്ട് നന്നായി അമർത്തി വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് നന്നായി അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വേവിച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വയ്ക്കുക. കുക്കായ തോരനാണിത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇപ്പോൾ ഞങ്ങളുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.